നിങ്ങൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് അവിഞ്ഞതാണ്. ഇന്ത്യൻ സംസ്കാരം എന്ന് ഒരുത്തൻ പറഞ്ഞു കഴിയുമ്പം അതിനകത്ത് ജാതി മത വിവേചനങ്ങൾ അടങ്ങിയതാണ്. മറ്റുള്ളവരെ അപമാനിതരാക്കുന്ന സംസ്കാരമാണ്. അല്ല, പഴയ സംസ്കാരം എന്ന് പറയുന്നത് പഴയതെല്ലാം നല്ലതാണെന്നൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ട് പറയുന്ന ആൾക്കാരോട് അല്ല നമ്മൾ സംസാരിക്കുന്നത്. പഴയത് മോശമാണെന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. രാമായണത്തിൽ എഴുതിയാലും മഹാഭാരതത്തിൽ എഴുതിയാലും ബൈബിളിൽ എഴുതിയാലും ഖുറാനിൽ എഴുതിയാലും വിവേചനപരമായി എഴുതിയിട്ടുള്ളത് അപമാനകരമായി അനുഭവിക്കേണ്ടവരാണ്. പഴയത് നല്ലതല്ലെന്ന് പഠിക്കേണ്ടതാണ്. ഞാനിത് കാളവണ്ടി സംസ്കാരം എന്നാണ് അതിന് പറയുന്നത്. കാളവണ്ടി സംസ്കാരമാണ്. ആ സംസ്കാരം നല്ലതാണെന്നല്ല. ഇവിടുത്തെ നമുക്ക് ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നതിനകത്ത് 80% വിവേചനങ്ങൾ നിറഞ്ഞതാണ്. ശാരീരികമായ വൈകല്യങ്ങളെ കളിയാക്കുന്നതാണ്. ഇംഗ്ലീഷിൽ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് മുഴുവൻ നിറഞ്ഞതാണതല്ല. അവർക്ക് അത്തരത്തിലുള്ള സെൻസിബിലിറ്റി ഇല്ല. അത്തരത്തിലുള്ള വൈകാരികമായ തലങ്ങളെ പറ്റിയുള്ള അറിവില്ലാത്ത പഴയ സമൂഹത്തിനകത്തെ വിവേചനം നിറഞ്ഞ വരികളാണ് കവിതയായാലും ശരി കഥയിലായാലും ഉള്ളത്. ഇപ്പൊ നമ്മള് കൃഷിക്കാരുണ്ടാക്കിയ കഥകൾ എടുത്തു നോക്കിയാൽ മതി. അവര് ചെന്നായെ വെറുക്കാൻ പഠിപ്പിക്കും. കാരണം കുറുക്കൻ അതിനെ വെറുക്കാൻ പഠിപ്പിക്കും. എന്തുകൊണ്ടാണ്? കോഴി നമ്മുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. കോഴി കർഷകന്റേതാണ് കോഴി എന്നാണ്. അതിനെ പിടിക്കാൻ വരുന്ന കുറുക്കനും ചെന്നായും മഹാമോശമാണെന്നായി പഠിപ്പിക്കുന്നത്. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കോഴികളെ തിന്ന് ജീവിച്ചിരുന്ന ജീവികൾ മാത്രമാണ് അവര്. അല്ല, കുറുക്കത്വം ഒന്നും ആർക്കും ഇല്ല. കുറുക്കത്വം നമ്മൾ വാക്ക് ഉപയോഗിക്കത്തില്ലേ? കൗശലക്കാരനായ കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചതന്ത്ര കഥയ്ക്കകത്ത് എഴുതി വെക്കും. ഈ കഥയൊക്കെ എഴുതുന്ന ഈ കൃഷിക്കാരാണ്. അവര് കോഴികളെ നമ്മുടെ കോഴിയാണ്, ആട് നമ്മുടെയാണ്, ഇതെല്ലാം നമ്മുടേതാണ്. അതിനെ പിടിക്കാൻ വന്ന ചെന്നായും കോഴിയെ പിടിക്കാൻ വന്ന കുറുക്കനോടുള്ള വിരോധം നിറഞ്ഞ കഥകളേ ഉള്ളു. പണ്ടത്തെ കഥകൾ മുഴുവൻ എടുത്ത ഒരിടത്തെടുത്ത് രാജകുമാരനും രാജകുമാരി ഉണ്ടെന്ന് പറഞ്ഞ പഠിപ്പിക്കുന്നത്. അങ്ങനെ എടുത്ത കഥയാണ്. ഈ കഥ പഠിപ്പിക്കുമ്പോ എന്താണ്? ഹെറാർക്കിക്കലായിട്ടുള്ള ഏണിപ്പടി പോലുള്ള മൂല്യബോധമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകൾ അനുസരണയോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന കഥയാണതല്ല. ഇതൊന്നും അല്ല ജനാധിപത്യത്തിനകത്ത് സംസ്കാരം. ജനാധിപത്യ സംസ്കാരത്തിന് മുമ്പിൽ ഇതെല്ലാം നിഷ്പ്രഭമായിട്ടുള്ള മൂല്യങ്ങളാണെന്നറിയണം. ആ മൂല്യങ്ങൾ അപമാനിക്കുന്നതിനും മറ്റുള്ളവരെ വിവേചനപരമായി കാണുന്നതിനും പഠിപ്പിക്കുന്നതാണ്. അത് പഴഞ്ചൊല്ലിൽ മാത്രം ഒളിച്ചിരിക്കുന്ന ഒന്നല്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിനകത്ത് പോലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒഴിക്കും. കാരണം പണ്ടേ തൊട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഭാഷ. അതിനകത്ത് ഈ വിവേചനങ്ങൾ മുഴുവൻ ഒളിച്ചിരിക്കും. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് പറയുന്നത്. അപമാനിക്കാനുണ്ടായ പഴഞ്ചൊല്ലുകളാണ് അതൊക്കെ. ഓരോ പഴഞ്ചൊല്ലു മാത്രമല്ലെന്നാ ഞാനീ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന വേദപുസ്തകം മുഴുവനും വിവേചനങ്ങളുടേതാണ്. അയലത്തുകാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന വരി കൊണ്ട് തന്നെ പരീശരന്മാര് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുതെന്നും പറയും. അപ്പൊ വേറെ ആൾക്കാരുണ്ട്, അവരെ പോലെ ആകരുതെന്ന് പഠിപ്പിക്കുന്ന മനുഷ്യരും കൂടെയാണ്. അല്ലാതെ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതൊക്കെ.